So hello guys, I am Aditya. Malayalam Tech Factory channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. So കുറേ കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു കിടിലൻ ഫീച്ചർ ആണ് നമ്മുടെ വാട്ട്സ്ആപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞു കാണും. സോ അതുകൊണ്ട് തന്നെ എന്താണ് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേർക്കും തീർച്ചയായിട്ടും ഡൗട്ട്സ് കാണും. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയുടെ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. അതായത് എന്താണ് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഫീച്ചർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവരാണോ, എന്നാൽ നിങ്ങൾക്ക് പ്രോ ലെവലിൽ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കിടിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. അതാണ് ഷോർട്ട് കട്ട്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഒപ്പം തന്നെ നമുക്ക് വീഡിയോസ് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ സേവ് ചെയ്യാനും സാധിക്കും. പിന്നീട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ എഫക്ട്സ് ലഭിക്കുന്നുണ്ട്, വീഡിയോ ട്രാൻസിഷൻസ് ലഭിക്കുന്നുണ്ട്, വീഡിയോ ഫിൽറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടി വീഡിയോ ടെംപ്ലേറ്റ്സും ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോസിൽ സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട് ലൈബ്രറി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാനുള്ള ക്രോമാ കീ ഓപ്ഷനും ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഒരു പ്രോ ലെവൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും എനിവേ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ കിട്ടിക്കാണും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ ഫോണിലെ വാട്ട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. വേറൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ കിട്ടും. ഇനി നമുക്ക് എന്തായാലും എന്താണ് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എന്നതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു തരാം. സോ എന്തായാലും ഒരു സ്കൂളിൻ്റെ കാര്യം തന്നെ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് ഈ സ്കൂളിൽ 3 വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടീച്ചേഴ്സ് മാത്രമുള്ളൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ്, രണ്ടാമത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉള്ളൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ്, മൂന്നാമത്തെ ടീച്ചേഴ്സും പാരൻസും ഉള്ളൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ്. സോ ഏതെങ്കിലും ഒരു ടീച്ചറിന് മറ്റ് ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും പാരൻസിനോടും എല്ലാവരും അറിയത്തക്ക വിധത്തിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യണമെങ്കിൽ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് 3 ഗ്രൂപ്പിലും കയറി സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് ഇടും. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ 3 ഗ്രൂപ്പും കൂടെ ചേർത്ത് ഒരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആ മെസ്സേജ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, 3 ഗ്രൂപ്പിലേക്ക് ചെന്നോളും. സോ ഇതാണ് മെയിനായിട്ട് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എന്താണെന്നും അതിൻ്റെ യൂസസ് എന്താണെന്നും ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഒപ്പം തന്നെ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസും മറ്റ് ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം. സോ ഇതിന് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഗ്രൂപ്പ് ഇൻഫോയിലോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് സ്റ്റാർട്ട് എ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സെക്ഷനിലോട്ട് പോകും. കമ്മ്യൂണിറ്റി സെക്ഷനിൽ നിങ്ങൾ ഏതൊക്കെ കമ്മ്യൂണിറ്റി അംഗമാണോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ താഴെയായിട്ട് ന്യൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പുതിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എനിവേ ഞാൻ എന്തായാലും പുതിയൊരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അവിടെ ആദ്യം തന്നെ കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗ്രൂപ്പ് ഐക്കൺ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് കൊടുക്കുക. അതിനുശേഷം കമ്മ്യൂണിറ്റി നെയിം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം ഈ കമ്മ്യൂണിറ്റിക്ക്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് കമ്മ്യൂണിറ്റി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാം. എല്ലാം സെറ്റായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അവിടെ താഴെയായിട്ട് കാണുന്ന ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പുതുതായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്തായാലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് താഴെ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. എന്നിട്ട് അടുത്തതായിട്ട് കാണുന്ന ആ ഒരു ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആദ്യം കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിലേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് മെയിനായിട്ട് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ ആഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ഗ്രൂപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എക്സിറ്റ് കമ്മ്യൂണിറ്റി. അതായത് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സിറ്റ് ആവാൻ സാധിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡീആക്ടിവേറ്റ് കമ്മ്യൂണിറ്റി.
അതായത് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ഇങ്ങനെ 3 ഓപ്ഷൻസ് ആയിരിക്കും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ജസ്റ്റ് വെറും ഒരു മെമ്പർ മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഇടണമെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു മെഗാഫോൺ ഐക്കൺ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഗ്രൂപ്പ് പോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിലും ഇടാം. ആ ഇടുന്ന മെസ്സേജ് അതിലുള്ള എല്ലാ ഗ്രൂപ്പിലേക്കും പോകും. അതാണ് മെയിനായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് വാട്സപ്പ് കമ്മ്യൂണിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് മാക്സിമം 21 ഗ്രൂപ്പ്സ് വരെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അതാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിമിറ്റ്. പക്ഷേ ഈ അടുത്തിടെ വന്ന അപ്ഡേറ്റ് പ്രകാരം മാക്സിമം 1024 പേർക്ക് വരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ 21 ഗ്രൂപ്പ്സ് വെച്ച് വളരെ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഈ ഫീച്ചർ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.